എനിക്കിങ്ങനെ വെച്ച് കഴിക്കുന്നത് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്പൊ കുറച്ചേ വാ തുറക്കാൻ പറ്റുമോ? എത്ര നോക്കട്ട് കാണിച്ചത്? പക്ഷെ എന്നെ വാ നല്ല തുറന്ന വായനല്ലോ. നല്ലതാണ്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഉറങ്ങൂല, ഇങ്ങനെ ഇരിക്കും. അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്. എല്ലാവർക്കും ഒരു മസ്റ്റ് ആണ്. ഇതിൻ്റെ റെസിപ്പി ആണെന്ന് പറഞ്ഞാൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഐ ഏറ്റിനെ ഡേ ആണ്. ഞാൻ ഒരു ദിവസം എന്തൊക്കെയാണ് കഴിക്കണേ എന്നുള്ളത്. സോ നമുക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ രാവിലെ ഇത് ഉറക്കം എണീറ്റ് അതാണ് എൻ്റെ കണ്ണും മുഖവും ഇങ്ങനെ ഇരിക്കുന്നത്. സ്കിൻ കെയർ ഒക്കെ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഞാൻ രാവിലെ എണീറ്റോടനെ ഞാൻ കൊളാജിനാണ് കുടിക്കണത്. കാരണം ഞാൻ ഇത് കുറേ നാളായിട്ട് ഫോളോ ചെയ്യണ ഒരു കാര്യമാണ്. ഇപ്പോൾ കൊളാജൻ എന്തിനു കുടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ സ്വന്തമായിട്ട് കൊളാജൻ ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറയും. അപ്പം നമ്മൾ ഫുഡ് ത്രൂ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് ത്രൂ വേണം കൊടുക്കാൻ വേണ്ടി. അപ്പം എനിക്കിപ്പോൾ ഫുഡ് ത്രൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സോഴ്സസ് അല്ലെങ്കിൽ ഇപ്പം ഒരു ദിവസം എല്ലാ ദിവസവും ഇന്ന ക്വാണ്ടിറ്റി ഓഫ് ബോൺ ബ്രോത്ത് അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് ഫുഡ് കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ സപ്ലിമെന്റ് രൂപേണയാണ് എടുക്കുന്നത്. ഞാൻ എടുക്കുന്നത് ഈ ഒരു ന്യൂട്രോവ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കൊളാജിൻ പ്ലസ് ആന്റി ഓക്സിഡൻസ് വാട്ടർമെലോൺ ഫ്ലേവർ ആണ്. ഇതിനകത്ത് ഷുഗർ ഇല്ല. പിന്നെ സീറോ ഷുഗർ ആയിട്ട് എടുക്കുക. ഞാൻ കുറേ കൊളാജിൻസ് ട്രൈ ചെയ്തിട്ടാണ് ഫൈനലി ഞാൻ ഈ ന്യൂട്രോവയിൽ വന്ന് നിൽക്കുന്നത്. ഞാനൊരു ജാപ്പനീസ് കൊളാജിൻ ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ട് ഇത് വന്ന് ആക്നെ, ഇൻഫ്ലമേറ്ററി ആക്നെ, പെയിനുള്ള രീതിക്കുള്ള ഭയങ്കര വലിയ കുരുവായിട്ട് വന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ആ ജാപ്പനീസ് അതങ്ങ് കട്ട് ചെയ്ത്. പക്ഷെ വെച്ചാലും ജാപ്പനീസിൽ ഞാൻ ഇത് എടുത്തത് മറൈൻ കൊളാജിൻ ആണ്, അതായത് നോൺ വെജ്. ഇത് വെജ് കൊളാജിൻ ആണ്. എനിക്ക് മറൈൻ കൊളാജിൻ എനിക്ക് വർക്ക് ആയില്ല. അതായത് എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അലർജി ഉണ്ട്. സീ ഫുഡ്സ് ചിലത് എനിക്ക് അലർജി ഉണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ മറൈൻ കൊളാജിൻ ഒഴിവാക്കി. പക്ഷെ എനിക്ക് വെജ് കൊളാജിൻ പിന്നെ ഈ ഷിക് ന്യൂട്രിക്സിന്റെ മറൈൻ കൊളാജിൻ എനിക്ക് വർക്കായി. ഞാൻ ഇവിടെ ഉണ്ട്. ഇതിൽ സാധനമില്ല, ഞാൻ ഇത് കഴിച്ചതാണ്. ആൻഡ് ഇതെനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് വർക്ക് ചെയ്തു. ഇതിനകത്ത് ഷുഗർ ഇല്ല. ഇതിനകത്ത് മറൈൻ കൊളാജൻ, പെപ്റ്റൈഡ്, അസ്ട്രാക്സിനൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്തു. അപ്പൊ ഇതെനിക്ക് ഓക്കെ വർക്കായി. അതിനുശേഷം നെക്സ്റ്റ് എനിക്ക് കുറേ പേരിങ്ങനെ യൂസ് ചെയ്ത് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു ഇത് സൂപ്പറാണ് ഞാൻ വെച്ചിട്ട് ഇതെൻ്റെ രണ്ടാമത്തതാണ്. ആൻഡ് പിന്നെ പറയാം, കൊളാജിൻ ഒരു ദിവസം യൂസ് ചെയ്ത് പിന്നെ ഒരുപാട് ആൾക്കാരുടെ മൈൻഡ് സെറ്റാണ് അവർക്ക് ഒരു സാധനം യൂസ് ചെയ്ത് പിറ്റേ ദിവസം റിസൾട്ട് കിട്ടണം. അത് കിട്ടൂല. ഇത് കണ്ടിന്യൂസ് തന്നെ ഞാൻ ഒരു പാക്കറ്റ് ഫുള്ള് യൂസ് ചെയ്ത് അഗെയിൻ ഞാൻ വാങ്ങിച്ചൊക്കെ പകുതിയൊക്കെ ആയപ്പോഴാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. സോ അതുകൊണ്ട് ആദ്യം ഇത് റിസൾട്ട്, കാരണം കൊളാജിൻ വളരെ ടൈം എടുത്ത് റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. പിന്നെ ഇത് ഞാൻ ഒരാളുടെയും നിർബന്ധമില്ല നിങ്ങളിത് വാങ്ങിച്ച് യൂസ് ചെയ്യണം, വാങ്ങണം, അങ്ങനെയല്ല. എനിക്കിത് വർക്കായി, ഞാനിത് ഷെയർ ചെയ്യുന്നു. ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങുക. ഓക്കെ, അപ്പം എനിക്കൊരു അടിപൊളി സാധനമായിട്ട് തോന്നി. അതായത് എനിക്ക് എന്തൊക്കെ ഡിഫറൻസ് വെച്ചാൽ സ്കിന്നിന് ഗ്ലോ, പിന്നെ ഒരു സ്കിന്നിനൊരു ബ്രൈറ്റ്നസ് മീൻസ് വെളുത്തിട്ട് അങ്ങനെയല്ല, ഒരു ബ്രൈറ്റ്നസ്. പിന്നെ ഒരു ഇത് വെച്ചാൽ ഈ ലൈൻസ് വരല്, കുഞ്ഞു ലൈൻസ്. എനിക്ക് കുഞ്ഞു ലൈൻസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെയൊക്കെ സ്മൈൽ ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രീതിക്ക്. അതൊക്കെ ഒരു വിധം നന്നായിട്ട് മാറി. ആൻഡ് നമുക്കൊരു കുറച്ചുകൂടെ ഒരു സ്കിന്ന് കുറച്ചുകൂടെ ഹെൽത്തി ആണൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ദിവസത്തെ ആദ്യത്തെ ഞാൻ കഴിക്കുന്ന സാധനം. ഗായ്സ്, ഇത് 100 ml വെള്ളം എടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് സ്പോട്ടിൽ അങ്ങ് കുടിക്കാം. വെയിറ്റ് ചെയ്യരുതെന്ന് അവർ ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കലക്കി തന്നെ കുടിക്കുക. പക്ഷെ ഇതിനൊരു നേരിയ മധുരം ഉണ്ട് കേട്ടോ. മേ ബി വാട്ടർമെലോണിൻ്റെ ഇതായിരിക്കും. ഈ കപ്പിൽ ഇത്രേ വരുള്ളൂ വെള്ളം. ആദ്യമൊക്കെ എനിക്ക് ഇത് വെറും വയറ്റ് കുടിക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി എന്ന് തോന്നുമായിരുന്നു. ഇപ്പോഴും എന്ന് തോന്നുന്നല്ല, എന്നാലും ഒരിതുണ്ട്. പക്ഷേ എനിക്കിഷ്ടമാണ്.
ഇന്ന് നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ചാണ്, അവക്കാഡോ സാൻഡ്വിച്ച്. ഇത് എപ്പോഴുമില്ല, ആഴ്ചയിൽ 1-2 തവണ അവക്കാഡോ ഉള്ളതിനനുസരിച്ച് നമുക്ക് നമ്മളിവിടെ മുട്ടത്തോരെന്ന് പറയും, പക്ഷെ നമുക്കിന്ന് സാൻഡ്വിച്ച് ആയതുകൊണ്ട് സ്ക്രാമ്പിൾഡ് എഗ് എന്ന് പറയാം. നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ് റെഡി. ഇനി എടുത്ത് നമുക്ക് ബ്രെഡ് ചൂടാക്കണം. ഓൾറെഡി ഞാനിത് ചൂടാക്കാൻ വച്ചിരുന്നു. ഇത് മൾട്ടിഗ്രെയിൻ ബ്രെഡ് ലോഫാണ്. ഇത് എൻ്റെത്, എനിക്ക് കുറച്ച് നെയ്യ് മാത്രം മതി. നെയ്യല്ല, ബട്ടർ. പക്ഷെ അപ്പൂന് ഇഷ്ടംപോലെ ബട്ടർ വേണം. അതായത് കണ്ട നമ്മൾ ബട്ടർ ഇട്ട് വെച്ചേക്കണ പാത്രം. ബട്ടർ എനിക്കിങ്ങനെ ബ്രെഡ് ഇങ്ങനെ കൊള്ളി പോലെ ഇരിക്കുന്ന ബ്രെഡാണ് എനിക്കിഷ്ടം. ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. വേറെ ഒന്നുമല്ല, അപ്പൂന് കുറച്ച് കൂടുതലുണ്ടെന്ന് വിചാരിക്കല്ലേ. അപ്പൂന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിക്കണം ഇഷ്ടം. പക്ഷെ എനിക്കിങ്ങനെ സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ കണ്ട അവക്കാഡോ വെച്ച്, അവക്കാഡോ വേറെ ഒന്നുമില്ല, അവക്കാഡോ ഉള്ളിയും കൂടെ സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ മുട്ട തോരൻ അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ് അങ്ങോട്ട് കൊടുത്തിട്ട് ഇതാ ബ്രെഡ് വെച്ച്. ഇതാണ് സാധനം. എനിക്ക് ഇങ്ങനെ വെച്ച് കഴിക്കുന്നത് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്പൂന് കുറച്ചേ തുറക്കാൻ പറ്റുമോ? എത്ര നോക്കട്ട് കാണിച്ചത്? പക്ഷെ എന്നെ നല്ല തുറന്ന പറയാനല്ലോ. അപ്പം ബർഗർ ആയാലും അപ്പു ഇങ്ങനെ കട്ട് ചെയ്തേ കഴിക്കുള്ളൂ. 4 പീസായിട്ട് കട്ട് ചെയ്ത് തരാൻ പറയും. ചിക്കൻ കറി നമ്മള് ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. സൗണ്ട് കേട്ടാ ബ്രെഡ് ഇങ്ങനത്തെ ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡാണ് ഇഷ്ടം. ഇനി അവിച്ചെടുക്കണ ഇഷ്ടമല്ല. അപ്പോൾ ബ്രെഡ് ചൂടാക്കാൻ കയറി അപ്പോൾ അവിച്ചെടുക്കും, മുരിക്കൂല. ട്രാൻസ്ലേറ്റ് ചെയ്യണം. ബട്ടർ കുറച്ചെടുക്കുന്നുണ്ട്. ഞാൻ ബട്ടർ കുറച്ചാണ് ഇട്ടത് എൻ്റെ. ബട്ടർ ഇട്ട മാത്രമല്ലേ മരിഞ്ഞുള്ളൂ. അല്ലതാ ഇവിടെയൊക്കെ തൊട്ട് നോക്ക്. ഓ, റസ്ക് പോലെ ഇരിക്കണം. ഗൈസ്, ഇനിയിപ്പം നിങ്ങൾ രാവിലെ ഇത് കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെയല്ല പറയണത്. ഞാൻ എന്ത് കഴിക്കുന്നത് കാണിച്ചാണ്. പക്ഷെ ചില ദിവസം ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് എണീക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിക്കാറുണ്ട്, ദോശയും അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ട് ചില ദിവസം. പക്ഷെ എനിക്കിങ്ങനെ ഇത് കഴിക്കുമ്പോൾ എനിക്ക് വയറൊക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ എനിക്ക് ദോശ, പുട്ട് ഒക്കെ കഴിക്കുമ്പോൾ എനിക്ക് വയറ് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എൻ്റെ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. എൻ്റെ ഒരിതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ലൈറ്റായിട്ടുള്ള ആഹാരം, ഇതാകുമ്പോൾ കുറേ നേരം വിശക്കൂല. ഇതും റാഗി സ്മൂത്തി. പിന്നെ വേറൊരു സാധനമുണ്ട് ഗൈസ്, റാഗി കഞ്ഞി. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ആ സൂൺ രാവിലെ എണീറ്റുണ്ടെങ്കിൽ ഒരു ദിവസം എൻ്റെ മെയിൻ എന്താ വെച്ചാൽ ഒരു ദിവസം പ്രോബയോട്ടിക്, ഒരു ദിവസം ഫൈബർ, കാൽഷ്യം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ നമ്മൾ പ്രോട്ടീനുണ്ട്, മുട്ട ഉള്ളതുകൊണ്ട് പ്രോട്ടീനുണ്ട്, അവക്കാഡോ ഉള്ളതുകൊണ്ട് ഹെൽത്തി ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ഫൈബർ ഉണ്ട്. വളരെ ഇന്നത്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് അവക്കാഡോയ്ക്ക് ഉപ്പുണ്ട്. അപ്പൂന് ഉപ്പിടുന്ന ഇഷ്ടമല്ല, ഉപ്പേ ഇഷ്ടമല്ല. അപ്പം എവനാണ് അവക്കാഡോ ഇതുണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഉപ്പിടൂല, തൈരിൽ ഉപ്പിടൂല. അപ്പം എനിക്ക് ഉപ്പിടാൻ പറ്റില്ല. ഞാനാണെങ്കിൽ എനിക്ക് ഉപ്പ് വേണം. ഒന്നാമത് ഓൾറെഡി ഞാൻ BP കുറഞ്ഞ ആളാണ്. എനിക്ക് എപ്പോഴും BP കുറഞ്ഞാണ്ടിരിക്കണം. എനിക്ക് ഉപ്പും കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ കിളിയും. ഗുഡ് ഗേൾ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്ന ഒരു സപ്ലിമെൻ്റ് ഉണ്ട്, ഫിഷ് ഓയിൽ, omega-3 വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ലൈക്ക് ഞാൻ ഒരു ഡോക്ടറിനെ കണ്ടു. കാരണം ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പോഴൊന്നുമല്ല, 1 വർഷം മുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം,
എനിക്ക് ഭയങ്കര ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്, കൈയും കാലും വേദന, മുട്ട് വേദന, എനിക്ക് എപ്പോഴും ക്ഷീണം, എനിക്ക് ഒന്നിനും വയ്യാത്തൊരു കണ്ടീഷൻ വന്നപ്പോൾ ഞാൻ ഡോക്ടറിനെ പോയി കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞ് കുറേ ടെസ്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒന്നുമില്ല, വൈറ്റമിൻ ഡി ഇല്ല. 6 ഉള്ളൂ. നിങ്ങൾ ആലോചിക്കണം, 6 ആകുമ്പോൾ നമ്മുടെ പീരീഡ്സ് ഇറഗുലർ, പീരീഡ്സ് 3 മാസം കൂടുമ്പോഴേക്കേ ആവുള്ളൂ. അങ്ങനെ കുറേ ഇഷ്യൂ വന്നു. അപ്പോഴാണ് ഞാൻ ഡോക്ടറിനെ കണ്ട് എൻ്റെ ടെസ്റ്റൊക്കെ എടുത്ത് ടെസ്റ്റ് എടുത്തപ്പോഴത്തേന് കുറേ വൈറ്റമിൻസ് ഇല്ല. അങ്ങനെ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ് ഒന്നെങ്കിൽ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് എന്നും ഇത്ര ഒരു ക്വാണ്ടിറ്റി ഓഫ്, അതല്ലെങ്കിൽ നമുക്കൊരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കൂടെ വേണം, നമുക്ക് അളന്ന് അങ്ങനെയൊക്കെ. സോ സപ്ലിമെൻറ്റ്. ഓക്കെ ഗൈസ്, ഇത് എൻ്റെ അണ്ടാവാണ്. ഞാൻ ഇതിലാണ് വെള്ളം കുടിക്കുന്നത്. ഇതാ 7 മണി, 9 മണി, 11 മണി, 1 മണി, അങ്ങനെ നമുക്ക് ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ഇപ്പം 9:45. ഞാൻ ഇതുവരെ എൻ്റെ ടാർഗറ്റ് ഇതായില്ല. ഞാൻ എണീറ്റപ്പോൾ തന്നെ ഒരു 8:30, 9 മണി. അപ്പോൾ പിന്നെ ഇന്ന് 7 മണിക്കൊന്നും കുടിക്കാൻ പറ്റിയില്ല. ഇതുണ്ടെങ്കിൽ ഒരു വെച്ചാൽ നമുക്കൊരു പിന്നെ അങ്ങോട്ടൊരു ത്രില്ലാവും. കുടിക്കുക, വാഷ്റൂമിൽ പോവുക, അങ്ങനത്തെ ഒരു പരിപാടി. ഓക്കെ, അപ്പം എൻ്റെ രാവിലത്തെ പരിപാടി കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, എനിക്ക് എടുക്കാനുള്ള സപ്ലിമെൻ്റ് എടുത്തു. ഇനി നമുക്ക് അടുത്ത മാമുണ്ണാകുമ്പോൾ സമയം കാണാം. സോ ഗൈസ്, അപ്പം നമുക്കിതാ ഉച്ചയായേ. അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ്, സോയാബീൻ ഉണ്ട്. ഇത് സോയാബീൻ മൈ ഓൺ പ്രിപ്പറേഷൻ ആൻഡ് ഓൾസോ ഈ കിച്ചടിയും എൻ്റെ ഓൺ പ്രിപ്പറേഷനാണ്. പ്രോബയോട്ടിക്, പ്രോട്ടീൻ ആൻഡ് പിന്നെ കൂൺ, മഷ്റൂം, മെഴുക്ക് വരട്ടിയത് അതമ്മ, പിന്നെ വെള്ളരി. ഇതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് കഴിക്കാം. അച്ചാറുണ്ട്. സാറിന് അച്ചാറില്ല, എനിക്ക് അങ്ങോട്ട് ഇറങ്ങൂല. അപ്പം ഇനി ഒരു അച്ചാറൂടെ വേണം. അച്ചാറുണ്ടെങ്കിൽ എനിക്കൊരു സംതൃപ്തി കിട്ടുള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ബാ. അങ്ങനെയുണ്ട്. എൻ്റെ റെസിപ്പീസ് മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ. സോയാബീനും സാലഡും. ഓ, ഇന്ന് ആദ്യമായിട്ട് കഴിക്കണല്ലേ ഇയാള്? സൂപ്പർ. എന്നത്തെ പോലെ ചേച്ചി നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എന്നും കുക്ക് ചെയ്യണം, അങ്ങനെയല്ല ഗൈസ്. പ്രോട്ടീൻ സോഴ്സ് മിക്കറും നമ്മളായിരിക്കും കുക്ക് ചെയ്യണത്. ദിസ് ഈസ് മൈ സോയാബീൻ. അയ്യോ, ഇത് കണ്ടാ? ഇനി ഒന്നാണ്ടാ മോൻ കാണിച്ചു കൊടുത്താണ്. മോഹക്കുരു, അവിടെ ഒരു മോഹക്കുരു, അവന് ആരോ മോഹിക്കുന്നു. അപ്പം അതുകൊണ്ട് മോഹക്കുരുവിൽ നമ്മൾ ഇത് പിമ്പിൾ പാച്ച് ഒട്ടിച്ച് വെച്ചേക്കണം. സോ ഗൈസ്, ഉണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇല്ലത്ത് നിർബന്ധ രസം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം രസം കൂട്ടിയ കാലം മറന്നല്ലേ. രസം കൂട്ടിയിട്ട് കുറേ കാലം. ഞാൻ ഒന്ന് വയ്ക്കുക ഗൈസ്. ഉള്ളി ഞാൻ വയ്ക്കണത് പ്രോട്ടീൻ ആണ്. ഞാൻ കൂടുതലും വയ്ക്കണം പ്രോട്ടീൻ സോഴ്സ്. ചിക്കൻ, സോയാബീൻ ഒക്കെയാണ് ഞാൻ വയ്ക്കുന്നത്. സോ ഇപ്പം നമ്മൾ ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാറുള്ളൊരു സാധനമാണിത് ഗൈസ്. ഡാർക്ക് ചോക്ലേറ്റ് കണ്ട, ഇത് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ദിവസം ഇതിന്റെ 1 or 2 ബൈറ്റ് നല്ലതാണ്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഉറങ്ങൂല. ഇങ്ങനെ ഇരിക്കും. അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്. ഇത് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്, സ്കിന്നിന് നല്ലതാണ്, ആന്റി ഏജിങ്ങിന് നല്ല ഒരു സംഭവമാണിത്. സോ ഇത് ഒരെണ്ണം നിങ്ങൾ കഴിക്കാനുണ്ട്. ഇത് സംബന്ധിച്ച കടയിൽ നിന്നും ഞങ്ങൾ അമൂലിന്റെ ആണ് വാങ്ങണം. അമൂലിന്റെ ഡാർക്ക് ചോക്ലേറ്റ്. വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടേ. അമൂലിന്റെ ഷുഗർ ഫ്രീ ഡാർക്ക് ചോക്ലേറ്റ് ആണ്, പക്ഷെ കിട്ടാനേ ഇല്ല. അപ്പോൾ ഓൺലൈൻ വഴിയാണ് വാങ്ങണം. ഞാൻ കിട്ടുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ചായ, ടീ, ഇതെന്ന് വെച്ചാൽ ഇത് അടപ്പ് വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ ഇത് ലൂസാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തിട്ട് ഫ്രിഡ്ജ് വയ്ക്കും. സോ ഇതാണ് നമ്മുടെ ഡെസേർട്ട്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ചായയൊക്കെ കുടിക്കാറുണ്ട്. പക്ഷേ ഞാൻ മീൻസ് ഇന്ന് കുടിച്ചില്ല, ഞാൻ കുറച്ച് തിരക്കായിട്ട് അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ചായ ഞാൻ ഒരു ടീ തന്നെയാണ് ചായ നിർദ്ദേശിച്ച. ഇനി നമുക്ക് അടുത്ത കഴിക്കാം. അങ്ങനെ നമ്മളിതാ വൈകിട്ടായി, എല്ലാവരും ചായ കുടിക്കുന്ന സമയമായില്ലേ. എനിക്ക് മൂടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കുക. അപ്പം എന്നോട് ചോദിക്കും ലാക്ടോസ് അലർജി അല്ലേ, പാൽ അലർജി അല്ലേ. എനിക്ക് വീട്ടിൽ പശുവും പാലാണ് ഇവിടെ വാങ്ങണം, പക്ഷെ അതെനിക്ക് സീനില്ല. അതേസമയം കടയിൽ നിന്നുള്ള ചില പാൽ, പക്ഷെ ഏത് പാലും എനിക്ക് മിൽമയൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ കടയിലെങ്കിലും ഒക്കെ പോയി കോഫിയോ ചായയൊക്കെ കുടിക്കുമ്പോഴാണ് എനിക്ക് കൊണ്ട് തടിക്കുകയൊക്കെ ചെയ്യണത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യണ പാലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ മെയിനായിട്ട് 2-3 ടീ കുടിക്കാറുണ്ട്. ഞാൻ കാണിച്ചു തരാം. സംഭവം വേറെ ഒന്നുമല്ല. ഒന്ന് ഞാൻ കെമോമൈൽ ടീ കുടിക്കാറുണ്ട്. കണ്ട കെമോമൈൽ. ഇന്ന് ഞാൻ കെമോമൈലിന്റെ മൂടാണ്. സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് എനിക്ക് ഡയറ്റീഷ്യൻ ലക്ഷ്മി ചേച്ചി പറഞ്ഞു തന്നതാണ്. നെക്സ്റ്റ് ഇത് ലെമൺ ആൻഡ് ജിഞ്ചർ ഇൻഫ്യൂഷൻ ആണ്. ഇത് വേണമെന്നുള്ളപ്പം ഇത് ട്രൈ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ
എഗെയിൻ ഈ ഒരു ഗ്രീൻ ടീ ഉണ്ട് വിത്ത് ലെമൺ ആൻഡ് ഹണി. ഓക്കെ, ഈ 3 എണ്ണം. പക്ഷെ ഞാൻ യൂസ് ചെയ്യണത് ഇന്ന് നമുക്ക് ഇത്. ആക്ച്വലി ഞാൻ രാവിലെ ഇതും ഏതെങ്കിലും ഒന്ന്, വൈകിട്ടൊന്ന്, 2 ടീ കുടിക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ എന്തായാലും അത് തിളച്ച വെള്ളം അങ്ങോട്ട് പോയതിൻ്റെ ഒരു ഇതാണ്. ഇതാണ് സംഭവം. ഇത് എനിക്ക് ഓൾറെഡി, ഇത് ലക്ഷ്മി ചേച്ചി ഡയറ്റ് തന്ന പക്കാ ഡയറ്റ് അല്ല. കാരണം ലക്ഷ്മി ചേച്ചി എനിക്ക് അന്ന് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ടാണ് എനിക്ക് ഡയറ്റ് തന്നത്. പക്ഷേ അന്ന് ലൈക്ക് അതാണ് ഞാൻ കറക്റ്റ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ അത് ഡിപ്പെൻസ് ആണ് ഹെൽത്ത് വെച്ചാൽ. കാരണം രാവിലെ എണീറ്റുകൊണ്ട് എനിക്കൊരു ഡ്രിങ്ക് ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. കാരണം വെച്ചാൽ നമ്മുടെ കണ്ടീഷൻ, ബോഡി ഒക്കെ നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ബ്ലഡ് ടെസ്റ്റും അതും ഇതൊക്കെ ചെയ്തിട്ടാണ് ചേച്ചി എനിക്ക് ഡയറ്റ് തന്നത് തന്നെ. എന്താണ് ശരീരത്തിന് ആവശ്യമുള്ളത് നോക്കിയിട്ട് എന്തൊക്കെ ഡെഫിഷ്യൻസി ഉണ്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെയാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാമെന്നുള്ള ഡയറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ചായയുടെ എന്താ കടിയെന്ന് വെച്ചാൽ നട്ട്സ്, വേറൊന്നുമില്ല. ഈത്തപ്പഴമുണ്ട്, ബദാമുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. അണ്ടിപ്പരിപ്പിൽ സിങ്ക് ഉണ്ട്. അപ്പം ആക്നെ ഉള്ള ആൾക്കാർക്ക് ബെസ്റ്റാണ്. ആൻഡ് ഇത് ഞാൻ ഒരിക്കലും നിങ്ങളടുത്ത് ഇത് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. ഞാൻ പണ്ടൊക്കെ ഇഷ്ടം പോലെ എനിക്ക് കിട്ടിയാലും ഞാൻ കുത്തിയിരുന്ന് തിന്നുവാണ്. പക്ഷെ അങ്ങനെയല്ല. നട്ട്സ് എല്ലാം കൂടെ ഒരു ഒറ്റ കൈപ്പിടിയിലുള്ളത് ഒരു ദിവസം കഴിക്കാം. റാഗി സ്മൂത്തി കഴിക്കണേണ്ടെന്ന് ഞാൻ രാവിലെ കഴിക്കാറുണ്ട്. അപ്പം നമ്മൾ സ്മൂത്തി അല്ലല്ലോ, അപ്പം ഇത് വൈകിട്ടത്തേക്ക് ആക്കി. ഇതാണ് നമ്മുടെ വേറൊരു ഫുഡ് ഐറ്റം. ആക്ച്വലി പിന്നെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ഇത് മാത്രമേ കഴിക്കുള്ളൂ, വേറൊന്നും കഴിക്കുള്ളൂ. അല്ല ഗൈസ്, എനിക്ക് കൊതി തോന്നുന്ന ദിവസം ഞാൻ കഴിക്കാറുണ്ട്. ഇപ്പം എനിക്ക് വാഴക്കപ്പൊക്കെ കൊതി തോന്നിയാൽ ഇവിടെ അമ്മ എനിക്ക് വാഴക്കപ്പം സെറ്റ് ചെയ്ത് തരും. അല്ല, എനിക്ക് ചില സമയം നെയ്യപ്പോ കഴിക്കുന്നു. അപ്പം ഞാൻ വല്ലപ്പോഴും കഴിക്കാറുണ്ട്. പിന്നെ മധുരം, അതായത് ഈ കേക്ക്, ഐസ്ക്രീമും അങ്ങനത്തെ സാധനമൊന്നും ഞാൻ കഴിക്കൂല. കേക്ക് എനിക്ക് ഇഷ്ടമല്ല. മേ ബി പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഞാൻ കഴിക്കാറില്ല. സോ ഗൈസ്, ഇപ്പം രാത്രിയായപ്പോഴത്തേക്കും ഞാൻ ഒരു പ്രത്യേകതരം ഒരു സാധനം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ്, അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ. നീ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടാണ് പഠിക്കണത്, ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ട്. അപ്പം ഇത് ചിക്കൻ സോബയെന്ന് പറയും. ആൻഡ് ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രെഡ് ഉണ്ട്. രാവിലെ കഴിച്ചില്ല, ആ സെയിം ബ്രെഡ് തന്നെ. അതിങ്ങനെ മുക്കി എൻ്റെ അമ്മ അവിടെ നിന്ന് അവരുണ്ട്. നിങ്ങള് വേണ്ട, അങ്ങനല്ല. ഒരു തവണ ഇങ്ങനെ പീസ് കൂടെ വെച്ചോണം. ഞാൻ 3 കഷ്ണം എടുത്തോളൂ. ഇത് തന്നെ പോളവര ചിക്കനിൽ നിന്നാണ് കഴിച്ച് നമ്മൾ ഇച്ചിരി പോളവരന്ന് കട വാങ്ങിച്ചാണ്. പിന്നെ എപ്പോഴത്തെയും പോലെ ഉപ്പുണ്ട്, അതിവിടെ ആർക്കും വരില്ല. അപ്പം ഇത് സാധിച്ചാൽ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കുടിക്കാം. അപ്പോൾ ഉപ്പുള്ളവർക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കുടിക്കണമെങ്കിൽ ടാലിയാവും. ഭയങ്കര ഹെൽത്തി ഓപ്ഷനാണ്, വേറെ ഒന്നുമില്ല. ചിക്കനും മല്ലിയില അതൊക്കെ ഉള്ളൂ. ഇഞ്ചി, പുതിനയിലയില്ല, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, കുറച്ച് നെയ്യുണ്ട്. സോ ഇതൊരു എല്ലാവർക്കും ഒരു മസ്റ്റ് ട്രൈ ആണ്. ഇതിൻ്റെ റെസിപ്പി വേണമെന്ന് പറഞ്ഞാൽ മതി, നമുക്കിടാം. ഉണ്ടാ ഇങ്ങനെ സൂപ്പ് കുടിച്ചാണൊക്കെ തോന്നും. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ ഡിന്നർ. ബാക്കി എല്ലാവർക്കും വേറെ കഴിക്കാൻ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പോളവര സമ്മതത്തോടെ പോളവര ചിക്കനും കുറച്ച്. സോ ഗായ്സ്, ഇന്നലെ വാട്ടർ 8 ഡേ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ അക്കു, അബി, മാമി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ പോയതിന് ശേഷമാണ് ഉറങ്ങിയത്. അപ്പം കുറച്ച് ലേറ്റ് ആയപ്പോൾ എനിക്ക് എൻ്റെ ബാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. സോ അതൊക്കെയാണ് ഞാൻ ഒരു ദിവസം കഴിക്കുന്നത്. പിന്നെ ഞാൻ സപ്ലിമെൻറ്റ്സ് കഴിക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ സപ്ലിമെൻറ്റ് കഴിക്കുന്നു. ആൻഡ് പിന്നെ കുറേയൊക്കെ പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ് കഴിക്കുമായിരുന്നു. പക്ഷെ അത് ഞാൻ ഒഴിവാക്കി. കാരണം വെച്ചാൽ ഞാൻ തൈര് എടുക്കുന്നുണ്ട്, യോഗേർട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ സപ്ലിമെൻറ്റ് രൂപേണല്ലാതെ എന്താണോ മാക്സിമം ഫുഡ് വഴി കിട്ടുന്നത് അത് മാക്സിമം അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. കിട്ടാത്തത് എനിക്ക് വേറെ നിവർത്തിയൊന്നുമില്ല ഗൈസ്, സപ്ലിമെൻറ്റ് എടുക്കാനേ പറ്റുള്ളൂ. ആൻഡ് ഇനിയിപ്പോൾ ഒരുപാട് പേർക്ക് ഇതുണ്ടായിരിക്കും ഡയറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ആവശ്യം തന്നെ ഉണ്ടോ, എന്തോന്ന് ഡയറ്റ് നമ്മൾ ഒരു ജീവിതമുള്ള ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒക്കെ ശരിയാണ്. ഞാൻ പറയുന്നില്ല. എനിക്ക് ഒരു 2 വർഷം 2 to 3 വർഷം എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിച്ചു. രാവിലെ എണീക്കുമ്പോൾ ഞാൻ പപ്സും ഫ്രൂട്ടിയും കഴിക്കുമായിരുന്നു. എനിക്ക് കൊതിയുള്ളത് മന്തിയിലൂടെ എനിക്ക് 7up അല്ലെങ്കിൽ പെപ്സി എനിക്ക് പറ്റുള്ളൂ. പിന്നെ KFC എത്രത്തോളം തിന്നാൻ പറ്റും അത്രയും തിന്നുമായിരുന്നു. കൊതിക്ക് അത്രയും കഴിക്കുമായിരുന്നു. ഇപ്പോഴും കൊതിയുണ്ട്. കൊതിയുള്ളപ്പോഴത്തേക്ക് ലൈക്ക് ഒരുപാട് താവാത്ത എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ലൈക്ക് പക്ഷെ അത് എൻ്റെ ഗ്രാജുവലി എൻ്റെ ഹെൽത്തിനെ ബാധിച്ച് എനിക്ക് IBS വരാൻ തുടങ്ങി, എനിക്ക് ഭയങ്കരമായിട്ട് ആക്നെ വരാൻ തുടങ്ങി, ഇൻഫ്ലമേറ്ററി ആക്നെ വരാൻ തുടങ്ങി, എൻ്റെ സ്കിന്നിനെ ബാധിച്ചു, എൻ്റെ ഹെയർ, എൻ്റെ ഹോൾ ബോഡി, എൻ്റെ മൂഡ്, എൻ്റെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ബാധിച്ചു. കാരണം ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിനാണ്. ഗട്ടും ബ്രെയിനും കൂടെ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അപ്പം നമ്മുടെ ഗട്ടിനെ ബാധിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനെ ബാധിക്കും. എക്സാമ്പിൾ, നമ്മുടെ വയറ് മുടക്കോ സ്റ്റൊമക്ക് അപ്സെറ്റ് ആണെങ്കിൽ നമ്മുടെ മൂഡ് തന്നെ മാറൂലേ. സോ അത് നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യണോണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ഡയറ്റീഷ്യൻ, എനിക്ക് ലക്ഷ്മി മനീഷ് അങ്ങക്ക് അറിയാം, ലക്ഷ്മി ചേച്ചിയാണ് എൻ്റെ ഡയറ്റീഷ്യൻ. പക്ഷെ പുള്ളിക്കാരി എനിക്ക് തന്ന ഡയറ്റ് കുറച്ച് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. കാരണം ഞാൻ ഇത് എന്തുകൊണ്ട് കാണിച്ചു വെച്ചാൽ, കാരണം അന്ന് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസും എല്ലാം നോക്കിയിട്ടാണ് ചേച്ചി എനിക്ക് ആ ഡയറ്റ് തന്നത്. പക്ഷേ അപ്പം അത് നിങ്ങൾക്ക് ആർക്കും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ചേച്ചിയെ കോൺടാക്ട് ചെയ്താൽ സെറ്റാക്കി തരും. കാരണം എൻ്റെ സ്കിന്ന്, എൻ്റെ ഫുൾ ബോഡി എല്ലാം ഇങ്ങനെ ബാക്ക് ടു എനിക്ക് കിട്ടാൻ കാരണം വൺ ഓഫ് ദ മെയിൻ റീസൺ എൻ്റെ ഡയറ്റാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയണത്, ഇനിയിപ്പോൾ ചോദിക്കും യുഗ പുറത്തുനിന്നൊന്നും കഴിക്കില്ല, അങ്ങനെയൊന്നുമില്ല കഴിച്ചു. പുറത്തുനിന്നൊക്കെ ഇഷ്ടം പോലെ കഴിക്കും. ഏതെങ്കിലും ഒരു നേരം വല്ലപ്പോഴും മാസത്തിൽ 1-2 തവണ. അപ്പം എനിക്ക് കഴിച്ചേ പറ്റൂ, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. പക്ഷെ അവിടെയും ഞാൻ എന്തെങ്കിലും സൂപ്പാ അങ്ങനെ എന്തെങ്കിലും കുടിക്കുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് വയറ് ഫുള്ളാക്കണം എനിക്ക് ഇഷ്ടമല്ല. സോ അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ള ഡയറ്റാണ്. ഇതിലെ ഡയറ്റിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഈ അവക്കാഡോ ടോസ്റ്റ് നിങ്ങൾ കഴിക്കേണ്ട ഒരു ആവശ്യമില്ല, വേണമെങ്കിൽ കഴിച്ചാലും ഞാൻ വല്ലപ്പോഴും ഒരു കൊതി തോന്നുമ്പോഴത്തേക്ക് കഴിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഉള്ള ദിവസം മാത്രമേ ഉണ്ടാക്കുള്ളൂ. അല്ലാത്ത ദിവസം ഞാൻ റാഗി സ്മൂത്തിയാണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഒക്കെ ബൈ.